ഗസയിലെ ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനായി വെടിനിർത്തലിനായി ഗൗരവമായ ചർച്ചകൾ നടക്കുന്നതായി അമേരിക്ക. ഖത്തർ മധ്യസ്ഥതയിലാണ് പ്രധാനമായും ചർച്ച തുടരുന്നതെന്നും വൈറ്റ് ഹൗസ് പ്രതികരിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ മന്ത്രിസഭയിലും എതിർപ്പ് രൂക്ഷമാണ്. നെതന്യാഹുവിനെ പുറന്തള്ളാതെ യുദ്ധത്തിൽ വിജയിക്കാനാവില്ലെന്ന് മന്ത്രിസഭാംഗം ബെൻ ഗ്യൂർ ചൂണ്ടിക്കാട്ടി. ഹമാസിനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്നവർ സത്യം പറയുന്നില്ലെന്ന് മറ്റൊരു മന്ത്രി ഗാഡി ഐസൻകോട്ടും വ്യക്തമാക്കി. ഇസ്രായേലി ചാനൽ 12നോടാണ് ഐസൻകോട്ടിന്റെ പ്രതികരണം. ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെയാണ് ഐസൻകോട്ടിന്റെ പ്രതികരണം. നിലവിലെ ഇസ്രായേലി നേതൃത്വം പൊതുജനങ്ങളോട് സത്യം പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. യുദ്ധാനന്തര ഗസയുമായി ബന്ധപ്പെട്ട ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെടാൻ നെതന്യാഹു വിസമ്മതിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതുവരെയും നേടിയിട്ടില്ല, പക്ഷേ കരയിലുള്ള സൈനികരുടെ എണ്ണം പരിമിതമാണ്. അടുത്തത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഗസയിൽ ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തതയില്ലാതെ തുടരുന്ന സൈനിക നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസവും ഐസൻകോട്ട് രംഗത്തു വന്നിരുന്നു. കൂടാതെ ഒക്ടോബർ 7-ന് ശേഷം പ്രകോപനമില്ലാതെ ഹിസ്ബുള്ളയെ ആക്രമിക്കാനുള്ള പദ്ധതിയും ഇദ്ദേഹം തടഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് ഐസൻകോട്ടിന്റെ മകൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനിടെ ഹൂത്തികൾക്ക് നേരെയുള്ള വ്യോമാക്രമണം ഗസയിലെ വെടിനിർത്തൽ സാധ്യതയ്ക്ക് തിരിച്ചടിയാകില്ലെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഇന്നലെയും 3 ഹൂത്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടന്നു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് തടയിടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൂത്തി കേന്ദ്രങ്ങളിലെ വ്യോമാക്രമണമെന്നും വൈറ്റ് ഹൗസ് പറഞ്ഞു. അതേസമയം ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനുമെതിരെ ഉപരോധ നടപടി സ്വീകരിച്ച് യൂറോപ്യൻ കൗൺസിൽ രംഗത്തെത്തി. സംഘടനകളുടെ 6 നേതാക്കൾക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും ഉപരോധം നീളും. ഇത് സയനിസ്റ്റ് ഭ്രമത്തിന്റെ സ്വാഭാവിക നടപടി മാത്രമാണെന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും കുറ്റപ്പെടുത്തി. ഇതിനിടെ സംഘർഷം രൂക്ഷമായ ഗസയിൽ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 142 പേർ കൂടി കൊല്ലപ്പെട്ടു. 278 പേർക്ക് പരിക്കേറ്റു. ഗസ സിറ്റിയിലെ അൽ ഷിഫ ഹോസ്പിറ്റലിന് സമീപത്തെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 12 പേരും ഖാൻ യൂണിസിൽ 10 പേരും കൊല്ലപ്പെട്ടു. ഗസയിൽ ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,762 62,108 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നവരോട് ഇസ്രായേൽ സൈന്യം മോശമായാണ് പെരുമാറുന്നതെന്നും UN മനുഷ്യാവകാശ പ്രതിനിധി കുറ്റപ്പെടുത്തി.